എനിക്കറിയാവുന്ന ഒരു സഹോദരൻ, ഒരുപാട് സമ്പാദ്യങ്ങളുള്ള, വീടിൻ്റെ ഉമ്മറത്ത് 1-2 കോടിയുടെ വിലപിടിപ്പുള്ള വാഹനങ്ങൾ നിരത്തിയിട്ടിരിക്കുന്ന ഒരു സഹോദരൻ. പെട്ടെന്നൊരു ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് അയാൾക്ക് ശാരീരികമായി ഒരു അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. 55 വയസ്സുള്ള ആ സഹോദരൻ പെട്ടെന്ന് സെറ്റിയിൽ സംസാരിക്കാൻ കഴിയാത്തതുപോലെ ഇരുന്ന് ശരീരം വിയർക്കുന്നത് കണ്ടപ്പോൾ ആ വീട്ടിലുണ്ടായിരുന്ന ജോലിക്കാരിയായ ഒരു സഹോദരി പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു വാഹനവുമില്ലാഞ്ഞ് പെട്ടെന്നൊരു ഓട്ടോറിക്ഷ കൈ കാണിച്ചു. ഓട്ടോറിക്ഷയിലേക്ക് ഒരു സഹോദരൻ അദ്ദേഹത്തെ വളരെ സാഹസപ്പെട്ട് എടുത്ത് കയറ്റിയിരുത്തി. അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള പേഴ്സും മൊബൈലുമൊക്കെ അദ്ദേഹത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. വലിയ സമ്പാദ്യമായിരുന്ന, വലിയ കണക്കുകൂട്ടലുകളുണ്ടായിരുന്ന നമ്മുടെ കണക്കുകൂട്ടലുകളെയെല്ലാം തെറ്റിച്ചുകൊണ്ട് ഒരു പുതിയ അധ്യായത്തിലേക്ക്, ഒരു പുതിയ വാതായനത്തിലേക്ക് ആ മനുഷ്യൻ യാത്ര നീങ്ങുകയാണ്. പക്ഷേ ഹോസ്പിറ്റലിൽ എത്തുന്നതിനു മുമ്പ് ആ സഹോദരൻ ഓട്ടോറിക്ഷയിൽ കൂടെയുണ്ടായിരുന്ന ആ സഹോദരൻ്റെ ചുമലിലേക്ക് ആ സഹോദരൻ റബ്ബിലേക്ക് യാത്രയായി ചെരിഞ്ഞു മറിഞ്ഞു വീണു. മനുഷ്യ ജീവിതം ഇത്രയേയുള്ളൂ. നമുക്കറിയില്ല, ഓരോ പ്രഭാതത്തിലും നാം ഉറക്കമെഴുന്നേൽക്കുന്നുണ്ട്. ഓരോ പ്രദോക്ഷത്തിലും നാം ഉറക്കത്തിലേക്ക് കണ്ടുപോകുന്നുണ്ട്. എപ്പോഴാണ് നമ്മുടെ മടക്കയാത്ര, അതിനുള്ള സമയമായിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. രോഗങ്ങൾക്കാണ് ചികിത്സയുള്ളത്, മരണത്തിന് ഒരു ചികിത്സയുമില്ല. മരണത്തിൻ്റെ സമയമാകുമ്പോൾ എത്ര വലിയ സമ്പാദ്യവും എത്ര വലിയ സ്വാധീനങ്ങളുള്ള മക്കളുമുണ്ടെങ്കിലും ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സമ്പത്തും സന്താനവും ഉപകാരം ചെയ്യാത്ത ആ ലോകത്തേക്ക്, അവിടെ നമുക്ക് ഉപകാരപ്പെടുന്നത് നല്ല മനസ്സോടുകൂടി അള്ളാഹുവിനെ സമീപിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഓരോ പ്രഭാതത്തിലും ഹയ്യ അലസ് സ്വലാ എന്ന് അള്ളാഹു നമ്മെ വിളിക്കുന്നുണ്ട്. നമസ്കാരത്തിലേക്ക് വാ, ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വാ. നാം ചിന്തിക്കണം പ്രിയമുള്ളവരെ, ഓരോ നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ മാതാപിതാക്കളെയും ആ ഖബറങ്കണത്തിലേക്ക് വെച്ചിട്ട് നമ്മൾ ആ ഖബറിൻ്റെ കുഴിയിലേക്ക് നമ്മുടെ നോട്ടം അതിലേക്ക് പതിയും. ഇത്രയും കാലം എന്നെ സ്നേഹിച്ചിരുന്ന എൻ്റെ ഉപ്പ, എൻ്റെ ഉമ്മ ആ 6 അടി മണ്ണിലേക്ക് വെക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മുഴുവൻ നോട്ടങ്ങളും ആ ഖബറിൻ്റെ ഉള്ളിലേക്കായിരിക്കും. അവസാനത്തെ ഒരു പലകയും വെച്ച് കഴിയുമ്പോൾ ഒരു ഇരുളാണ്, ഒരു ഇരുട്ടാണ്. ആ ഇരുളുള്ള ഖബറിൽ നമുക്ക് ആശ്വാസം നൽകും. ഇരുളുള്ള പ്രഭാതത്തിൽ ഇരുളുകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം പ്രഭാത നമസ്കാരത്തിന് നാം സന്നിഹിതരാകണം സഹോദരങ്ങളെ. പലപ്പോഴും ദിവസവും 5 നേരത്തെ നമസ്കാരത്തിൽ ളുഹറും അസ്റും മഗ്രിബും ഇശാഉമൊക്കെ നമസ്കരിക്കുന്ന പല സഹോദരങ്ങളും സുബഹി അവരുടെ ജീവിതത്തിൻ്റെ അക്കൗണ്ടിലുണ്ടാവുകയില്ല. സുബഹി നാം ജമാഅത്തായി നമസ്കരിക്കാൻ കഴിഞ്ഞാൽ, സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമുക്ക് കിട്ടിയാൽ, ജീവിതത്തിൽ മറ്റെന്തും കിട്ടുന്നതിനേക്കാളും നമുക്ക് വലിയ ഒരു അനുഗ്രഹമാണ്. നാം ഏത് നിമിഷം മരണപ്പെട്ടാലും പടച്ച റബ്ബിൻ്റെ തൃപ്തിയിലായി, അവൻ്റെ പൊരുത്തത്തിലായി അന്ത്യം ആ അവസാന നിമിഷങ്ങളിൽ എപ്രകാരമാണ് നമ്മുടെ അവസ്ഥയെന്ന് നമുക്കറിയില്ല. നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ജഅൽ ഖൈറ ഉംരി ആഖിറഹു വഖൈറ അമലി ഖവാതിമഹു
വഖൈറ അയ്യാമി യൗമ അൽഖാക ഫീഹ്. അല്ലാഹുവേ അല്ലാഹുമ്മ ജഅൽ ഖൈറ ഉംരി ആഖിറഹു. അല്ലാഹുവേ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം അന്ത്യസമയം ഏറ്റവും നന്മയിലാക്കണേ റബ്ബേ. വഖൈറ അമലി ഖവാതിമഹു. എൻ്റെ കർമ്മങ്ങളിൽ അവസാനത്തെ കർമ്മം നന്മയുള്ള കർമ്മമാക്കണമേ. വഖൈറ അയ്യാമി യൗമ അൽഖാക ഫീഹ്. ഈ ലോകത്ത് നിന്ന് ഞാൻ വെച്ച എൻ്റെ വീട്ടിൽ നിന്നും, എൻ്റെ വാഹനത്തിൽ നിന്നും, എൻ്റെ നാട്ടിൽ നിന്നും, എൻ്റെ കുടുംബത്തിൽ നിന്നും പുതിയൊരു ലോകത്തേക്ക് ഞാൻ പോകുമ്പോൾ ആ ലോകത്തേക്ക് തിരിക്കുന്ന ആ ദിവസം എൻ്റെ ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസമാക്കി തരണമേ എന്ന് നിരന്തരം റബ്ബുൽ ആലമീനായ നാഥനോട്, റബ്ബിനോട് നാം പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അവസാന സമയം പുഞ്ചിരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതിയിലായി മരണപ്പെടാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.